ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. കോഴിക്കോട് നിന്നും കുറ്റ്യാടി വരെ പോകുന്ന എസ് ടീമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. രാവിലെ 10 മണിക്ക് പോകുന്ന ട്രിപ്പിലാണ് നമ്മൾ കയറിയത്. എസ് ടീമിൻ്റെ തന്നെ അടിപൊളി എഡിഷനായ ചെഗ്വേരയിലാണ് കേട്ടോ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ചെഗ്വേരയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പൗർണമിയും കിടപ്പുണ്ട്. നാദാപുരം സ്വദേശി റാഷിദ് ഖാൻ്റെ ബസ്സാണ് കേട്ടോ എസ് ടീം. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ബസ്സുകളാണ്. ക്യാബിനൊക്കെ അടിപൊളിയാണ്. ഇവർക്ക് ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിൽ ബസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ പറയാവേ. ട്രാക്കിലോട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ കടുവ അതേ ലൈറ്റൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഇതും ഇവരുടെ തന്നെ ബസ്സാണ് കേട്ടോ. എസ് ടീമിൻ്റെ കടുവയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഇതേ ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് കേട്ടോ ഇവിടുന്ന് എടുക്കേണ്ടത്. 9:55 തന്നെ നമ്മുടെ വണ്ടി ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. ആ വരുന്നത് കാണുമ്പോൾ തന്നെ എന്താ ഒരു ലുക്കില്ലേ. അങ്ങനെ നമ്മളെ വണ്ടി ട്രാക്കിലെത്തിയിട്ടുണ്ട്. ട്രാക്കിലിത് ഇടത്തിലൂടെ ഉണ്ട് കേട്ടോ. ഇടത്തിൽ പോയിട്ട് നമ്മുടെ എസ് ടീം എടുക്കുള്ളേ. ഇങ്ങനെ ഇടത്തിലിത് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ എസ് ടീമാണ് കേട്ടോ പോകേണ്ടത്. എസ് ടീമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെഗ്വേരയുടെ ടൈം ചോദിച്ച് വാങ്ങി വന്ന് എടുക്കുകയാണ് കേട്ടോ. ഡ്രൈവർ സഞ്ജു ചേട്ടനാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഇതേ എടുക്കാൻ പോവാണ് കേട്ടോ. കോഴിക്കോട് നിന്നും നടക്കാവ്, വെസ്റ്റീൽ, പാവങ്ങാട്, പുറക്കാട്ടിരി, പറമ്പത്ത്, അണ്ടിക്കോട്, അത്തോളി, കൊടശ്ശേരി, കോമുള്ളി, MMC, ഉള്ളിയേരി, നടുവണ്ണൂർ, പേരാമ്പ്ര, കൂത്താളി, കടിയങ്ങാട്, പാലേരി വഴി കുറ്റ്യാടിയിലോട്ട് ഏകദേശം 58 കിലോമീറ്റർ ഉണ്ട് കേട്ടോ യാത്ര ചെയ്യാൻ. ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ് ടൈം ഉണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കാൻ പോവാണ്. കോഴിക്കോട് നിന്നും ആദ്യം ഉള്ളിയേരി ലക്ഷ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഉള്ളിയേരിയിലോട്ട് വെറും 28 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വലതുവശത്ത് കാണുന്നത് EMS സ്റ്റേഡിയം ആണ് കേട്ടോ. നമ്മുടെ മിക്ക വീഡിയോയിലും ആ ഒരു സ്റ്റേഡിയം ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മളിത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ മാനാഞ്ചിറയിലോട്ടാണ് നമ്മളെത്തുന്നത്. മാനാഞ്ചിറയിൽ നിന്നും ഇടതുവശത്ത് കാണുന്നത് SM സ്ട്രീറ്റ് ആണ്. നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ ചുറ്റി വേണം കേട്ടോ പോകാൻ. കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകളും കാസർഗോഡ് ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകളും കുറ്റ്യാടി ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകളും എല്ലാം ഈ ഒരു സ്ക്വയർ ചുറ്റി വേണം കേട്ടോ പോകാൻ. വലതുവശത്ത് കാണുന്നത് മാനാഞ്ചിറയാണ് കേട്ടോ. മാനവൻ്റെ ചിറ എന്നൊക്കെ ഇതിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ടക്ടർ മനീഷ് ചേട്ടനാണ് കേട്ടോ. പുള്ളിയെ ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. എസ് ടീമിൻ്റെ ഏതൊരു ബസ് എടുത്താലും അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ്സുകളാണ് കേട്ടോ എല്ലാം. മൊത്തം 16 ബസ്സുകളോളം ഉണ്ട് എസ് ടീമിന്. നടക്കാവിൽ നിന്നും നേരെയാണ് നമുക്ക് പോകേണ്ടത്. നടക്കാവിൽ നിന്നും വെസ്റ്റീൽ, അത്തോളി, ഉള്ളിയേരി, പേരാമ്പ്ര വഴിയാണ് കേട്ടോ കുറ്റ്യാടിയിലോട്ട് പോകേണ്ടത്. കണ്ണൂർ കോഴിക്കോട് റോഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പാവങ്ങാട് നിന്നാണ് നമ്മൾ തിരിയുക. ദേവിക കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സാണ് കേട്ടോ. കണ്ടക്ടർ മനീഷേട്ടൻ ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. വെസ്റ്റീൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് പോലെയുള്ള സ്ഥലമാണ് കേട്ടോ.
വെസ്റ്റിയിൽ കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം വെസ്റ്റിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പാവങ്ങാട്ടോട്ട് എത്തിയിട്ടുണ്ട്. പാവങ്ങാട് നിന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയാൽ കണ്ണൂർ ഭാഗത്തോട്ടാണ് എത്തുക. നമ്മളിത് വലത്തോട്ട് തിരിയും. വലത്തോട്ട് പുറക്കാട്ടിരി, പറമ്പത്ത്, അത്തോളി, ഉള്ളിയേരി വഴിയാണ് കേട്ടോ പോകുന്നത്. ഓരോ ബസ്സുകൾക്കും ഓരോ എഡിഷൻ നെയിമാണ് കേട്ടോ റിഷാദ് ക കൊടുത്തേക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ പേര് ചെഗ്വേര എന്നാണ്. ചെഗ്വേരയ്ക്ക് പുറമെ കടുവ, ക്യാമ്രൈഡ്, ദിൽസെ, ബ്ലാക്ക് പാന്തർ, അസ്ത്ര, കിസ്മത്ത്, പത്തേമാരി, മുഹബത്ത്, പൊന്നാങ്കിളി, സ്പൈഡർ, ക്രിസ്ത്യാനോ, നെയ്മർ, എംബാപ്പ, സുൽത്താന, ലിയോണൽ മെസ്സി, ഇങ്ങനെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ ഇവർക്ക്. മൊത്തം 16 ബസ്സുകളുണ്ട്. ബാംഗ്ലൂർ റൂട്ടിലെ എസ്റ്റീം ബസ്സുകൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബസ്സുകളാണ് കേട്ടോ. ഫേമസ് ആവാൻ കാരണം ഇവരുടെ സർവീസ് തന്നെയാണ്. എല്ലാ ബസ്സും അടിപൊളി സർവീസാണ് കേട്ടോ. യാത്രക്കാരോടുള്ള പെരുമാറ്റവും എല്ലാം അടിപൊളിയാണ്. നമ്മളങ്ങനെ പുറക്കാട്ടിരി പാലത്തിൻ്റെ മേലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറക്കാട്ടിരി പാലം കഴിഞ്ഞാൽ നമ്മൾ പുറക്കാട്ടിരി ടൗണിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുറക്കാട്ടിരി കഴിഞ്ഞാൽ പറമ്പത്ത്, അണ്ടിക്കോട്, അത്തോളി വഴിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളിത് പറമ്പത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പറമ്പത്ത് നിന്നും അണ്ടിക്കോട്, അത്തോളി, MMC, ഉള്ളിയേരി, പേരാമ്പ്ര വഴി കുറ്റ്യാടിയിലോട്ടാണ്. എസ്റ്റീമിന് ഏറ്റവും കൂടുതലും ബസ് സർവീസുകളുള്ളത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലാണ് കേട്ടോ. ഇതിന് പുറമെ കണ്ണൂർ പറശ്ശിനിക്കടവ് റൂട്ടിലും പെരുവണ്ണാമൊഴി ഭാഗത്തോട്ടൊക്കെ ബസ്സുകളുണ്ട് കേട്ടോ. ഇതിന് പുറമെയാണ് നമ്മുടെ ബാംഗ്ലൂർ സർവീസുകൾ. നിലവിൽ 4 ബസ്സുകളാണെങ്കിലും 2 ബസ് കൂടെ ഈ അടുത്ത് ഇറങ്ങും കേട്ടോ. ബാംഗ്ലൂർ മലയാളികളെ അത്രയ്ക്കും ആകർഷിച്ച സർവീസുകളാണ് കേട്ടോ ഇവരുടെ ബസ്സുകൾ. നിലവിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ആദ്യമായി കോഴിക്കോട്ടേക്ക് തുടങ്ങിയ ഒരു പ്രൈവറ്റ് ബസ് സർവീസ് അത് നമ്മുടെ എസ്റ്റീമിൻ്റെ തന്നെയാണ് കേട്ടോ. പറമ്പത്തോട്ട് എത്തിയപ്പോഴേക്കും വീണ്ടും ദേ എസ്റ്റീം ക്യാമറൈഡാണ് കേട്ടോ അത്. അണ്ടിക്കോട് കഴിഞ്ഞാൽ അത്തോളി, ഉള്ളിയേരി, പേരാമ്പ്ര, കടിയങ്ങാട് വഴി കുറ്റ്യാടിയിലോട്ടാണ്. എപ്പോഴും ഈ റൂട്ടിൽ ബസ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അത്തോളിയിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തോളി ഹൈസ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ബസ്സിന് സ്റ്റോപ്പുള്ളത്. ഈ റോഡ് വയനാട് ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. തൊട്ടിൽപ്പാലം, വെള്ളമുണ്ട വഴിക്കൊക്കെ ബസ്സുകളുണ്ട് കേട്ടോ വയനാട്ടിലോട്ട്.
സേഫ്റ്റി വിലങ്ങാട് കോഴിക്കോട് ഓടുന്ന ബസ്സാണ് കേട്ടോ. ഉള്ളിയേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന സുൽത്താനാണ് ആ പോയത്. എപ്പോഴും ഉള്ളിയേരി കോഴിക്കോട് ബസ് ഇതിലുണ്ടാവും കേട്ടോ. ഇതിന് പുറമെ കുറ്റ്യാടി കോഴിക്കോടും അതിന് പുറമെ നമ്മുടെ KSRTC ആണ് ഈ റൂട്ടിൽ. കൊടശ്ശേരിയിലോട്ടാണ് നമ്മളിപ്പം എത്തിയത്. കൊടശ്ശേരിയിൽ നിന്നും കൂമുള്ളി വഴിയാണ് ഉള്ളിയേരിയിലോട്ട്. അങ്ങനെ ഇതേ നമ്മുടെ BTC ആണ് പോയത്. കുറ്റ്യാടി കോഴിക്കോടിൽ അത്യാവശ്യം ഒരു പുതിയ വണ്ടിയാണ്. ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലെ ബസ്സുകൾ ബുക്ക് ചെയ്യണമെങ്കിൽ റെഡ് ബസ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ എസ്റ്റീമിൻ്റെ തന്നെ ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ MMC ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ടാണ് നമ്മളെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന മിക്ക ബസ്സുകൾക്കും സീറ്റർ ബുക്ക് ചെയ്താൽ സീറ്ററിൽ ബ്ലാങ്കറ്റുകൾ അവൈലബിൾ ആവാറില്ല. എന്നാൽ നമ്മുടെ എസ്റ്റീമിന് ബ്ലാങ്കറ്റ് വരെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് മാമ്പുയിലൊക്കെ കഴിഞ്ഞ് ഈസ്റ്റ് മുക്കിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നരിക്കുനിക്ക് പോകുന്ന ധനയാണ് അത്. ഈസ്റ്റ് മുക്കിൽ നിന്നും ഇടത്തോട്ട് പോയാൽ കൊയിലാണ്ടിയും വലത്തോട്ട് പോയാൽ താമരശ്ശേരിയുമാണ്. ഇടത്തോട്ട് നമ്മൾ കൊയിലാണ്ടി റോഡിലോട്ട് കയറി ഉള്ളിയേരി സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളത് ഉള്ളിയേരിയിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിയേരി സ്റ്റാൻഡിലോട്ടാണ് നമ്മളിപ്പം കയറുന്നത്. ഉള്ളിയേരി സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റിംഗ് ഉണ്ട്. ഉള്ളിയേരി സ്റ്റാൻഡിലോട്ട് എത്തിയപ്പോഴേക്കും സമയം 10:50 ആയിട്ടുണ്ട് കേട്ടോ. AC ബ്രദേഴ്സ് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ്. കുറ്റ്യാടി ഭാഗത്തോട്ടുള്ള ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിടാറാണ് കേട്ടോ പതിവ്. ഉള്ളിയേരിയിൽ നിന്നും കൊയിലാണ്ടി, ബാലുശ്ശേരി, താമരശ്ശേരി, നരിക്കുനി, കക്കോടി, കുറ്റ്യാടി, കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ എപ്പോഴും ബസ്സുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഇടത്തോട്ടാണ് പോകേണ്ടത്. ഉള്ളിയേരിയിൽ നിന്ന് കുറ്റ്യാടിയിലോട്ട് ഒരു 56 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ യാത്ര ചെയ്യാൻ. മൊത്തം 27 കിലോമീറ്റർ കൂടെ. അങ്ങനെ നമ്മുടെ യാത്ര അവിടുന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഉള്ളിയേരിയിൽ നിന്നും പേരാമ്പ്ര വഴിയാണ് കേട്ടോ കുറ്റ്യാടിയിലോട്ട്.
സഞ്ജു ചേട്ടനും മനീഷ് ചേട്ടനും അടിപൊളി സപ്പോർട്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാൻ. അങ്ങനെ നമ്മളിത് തിരുവത്തക്കടവ് ബസ് സ്റ്റോപ്പിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിൽ കുറേ എസ് ടീമുകളുണ്ട് കേട്ടോ. മിക്ക എസ് ടീമും ഈ ഒരു റൂട്ടിലാണ് പോവുക. തിരുവത്തക്കടവ് പാലവും കഴിഞ്ഞ് നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടുവണ്ണൂർ ലക്ഷ്യമാക്കിയിട്ടാണ് ഇനി പോക്ക്. നടുവണ്ണൂർ എത്തുമ്പോഴേക്കും നമ്മുടെ എസ് ടീമിൻ്റെ ദിൽസി എഡിഷൻ അതായത് കോഴിക്കോട്ടേക്ക് പോകുന്നത് 11:10 ആയപ്പോഴേക്കും നമ്മളത് നടുവണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ബസ് സ്റ്റാൻഡ് കയറ്റിയിട്ടാണ് പോകുള്ളൂ. സ്റ്റാൻഡ് കയറ്റി ആളെ കയറ്റി അല്ലെങ്കിൽ ആളെ ഇറക്കി പോകാനുള്ള ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. വലത്തോട്ടാണ് നടുവണ്ണൂർ സ്റ്റാൻഡിലോട്ട് പോകേണ്ടത്. നമ്മളിത് വലത്തോട്ട് തിരികെ ഇപ്പോൾ. നടുവണ്ണൂരിൽ നിന്നും വാഗയാട്, ബാലുശ്ശേരി, കുറ്റ്യാടി, കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ ബസ്സുകളുണ്ട്. നടുവണ്ണൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് പേരാമ്പ്രയാണ്. അങ്ങനെ നമ്മളിത് പുതുശ്ശേരി താഴം ബസ് സ്റ്റോപ്പിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഹോളിഡേയ്സ് ബസ്സാണ് കേട്ടോ ആ പോയത്. ആ ഒരു ബസ്സിനും ബാംഗ്ലൂരിലോട്ട് സർവീസ് ഉണ്ട്. ആ ഒരു ബസ് അത്തോളി, ഉള്ളിയേരി, പേരാമ്പ്ര വഴിയാണ് കേട്ടോ ബാംഗ്ലൂരിലോട്ടുള്ള സർവീസ്.
പേരാമ്പ്ര താമരശ്ശേരി പോകുന്ന ജൽവയാണ് കേട്ടോ ആ പോയത്. അങ്ങനെ നമ്മളിത് പേരാമ്പ്ര ടൗണിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ നിന്നും കൂത്താളി വഴിയാണ് കേട്ടോ കുറ്റ്യാടിയിലോട്ട്. ഇവിടെ നമ്മുടെ ബസ്സിന് റെസ്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ആളെ കയറ്റി പോകേണ്ട ടൈമേ ഉള്ളൂ കേട്ടോ. പേരാമ്പ്ര സ്റ്റാൻഡ് അത്യാവശ്യം നല്ല തിരക്കേറിയ സ്റ്റാൻഡും അതുപോലെ തന്നെ ചെറിയ സ്റ്റാൻഡ് കൂടിയാണ് കേട്ടോ. പേരാമ്പ്രയിൽ നിന്നും പൂഴിത്തോട്, വടകര തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലോട്ട് ബസ്സുകളുണ്ട്. മലയോര ഹൈവേയിലൂടെയുള്ള ബസ്സുകളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പേരാമ്പ്രയിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിൽ നിന്നും ഇനി അടുത്തത് കുറ്റ്യാടി തന്നെയാണ് കേട്ടോ. പേരാമ്പ്രയിൽ നിന്നും കൂത്താളി, കടിയങ്ങാട്, പാലേരി വഴിയാണ് കേട്ടോ പോകേണ്ടത്. പേരാമ്പ്ര എത്തുമ്പോഴേക്കും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നടുവണ്ണൂർ നല്ല മഴയായിരുന്നേ. അങ്ങനെ നമ്മളിത് കുറ്റ്യാടിയിലോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ് ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ് അത് നമ്മുടെ ചെഗ്വേര തന്നെയാണ് കേട്ടോ. ചെഗ്വേരയുടെ ടൈം ചോദിച്ച് കയറിയതാണ് ഈ ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ. കൂത്താളി അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. കൂത്താളിയിലാണ് നമ്മളിപ്പോൾ എത്തിയത്. കുറ്റ്യാടിക്കടുത്ത് പെരുവണ്ണാമി ഡാം, മീൻപുള്ളിപ്പാറ, ജാനകിക്കാട് തുടങ്ങിയ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കേട്ടോ.
എന്തായാലും ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ സഹായിച്ച സഞ്ജു ചേട്ടനോടും മനീഷ് ചേട്ടനോടും ഒരുപാട് നന്ദി പറയുന്നു. അങ്ങനെ നമ്മളത് ബസ് കുറ്റ്യാടിയിലോട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. എസ് ടീമിൻ്റെ മുഴുവൻ ബസ്സുകളും പുറത്തിറങ്ങുന്നത് അടിപൊളി ലുക്കിലാണ് കേട്ടോ. നമ്മുടെ എഡിഷൻ നെയിമിൽ ലയണൽ മെസ്സി, നെയ്മർ, എംബാപ്പ, സ്പൈഡർ, ക്രിസ്ത്യാനോ ഇതെല്ലാം നമ്മുടെ ബാംഗ്ലൂർ സർവീസുകളാണ് കേട്ടോ. ബ്ലാക്ക് പാന്തറും പൊന്നാങ്കിളിയും ഓർഡിനറി സർവീസും. ബാക്കി എല്ലാ ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്. എന്തായാലും റാഷിദ് കാടെ എസ് ടീമിനെ ഈ ഒരു കുറ്റ്യാടിക്കാരും അതേപോലെ കോഴിക്കോട്ടുകാരും നല്ല രീതിയിൽ ഏറ്റെടുത്ത ബസ്സുകളാണ് കേട്ടോ എല്ലാം. ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലെ എസ് ടീമിൻ്റെ സ്ഥിരം യാത്രക്കാരനായതിനാൽ നല്ല രീതിയിൽ ബസ്സിൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് കേട്ടോ. ആൾക്ക് ഒരിക്കലും നേരം വൈകിയ ചരിത്രമില്ല കേട്ടോ. നമ്മുടെ ബസ് എപ്പോഴും നേരത്തെ ആയിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ നമ്മുടെ ചെഗ്വേര ദേ കുറ്റ്യാടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറ്റ്യാടി ടൗണിൽ നിന്നും ഇടത്തോട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. അത്യാവശ്യം ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും ഇനി കുറച്ച് ബ്ലോക്കൊക്കെ ഓണത്തിൻ്റെ ടൈമിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് കുറ്റ്യാടി സ്റ്റാൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടി അത്യാവശ്യം ഒരു വലിയ ഒരു സ്ഥലമാണ്. കുറ്റ്യാടി സ്റ്റാൻഡിലോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ സുൽത്താനെയും ഇതേ കിടക്കണം. ഇത് ഇവരുടെ സാമ്രാജ്യമാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷം. അങ്ങനെ നമ്മുടെ ബസ്സിലെ ട്രാക്കിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൃത്യം 11:50 നമ്മുടെ ബസ് കുറ്റ്യാടി സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച സഞ്ജു ചേട്ടനോടും മനീഷ് ചേട്ടനോടും പിന്നെ നമ്മുടെ ഓണർ റിഷാദ് ഖാനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ സുൽത്താനയുടെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ബൈ.